അങ്ങനെ ഒരു കെട്ട് മരുന്നൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട്. ഇപ്പോഴൊന്നും കിട്ടില്ലായിരുന്നു. ഡോക്ടറെ അടുത്ത് പറഞ്ഞു വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് മരുന്ന് വാങ്ങുന്നത്, പോയിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം നല്ല ഡോക്ടർ മരുന്ന് എഴുതി തന്നു. അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. മഞ്ഞ കളറിലായിരുന്നു. ഇത് ഭംഗിയാണ് കാണാൻ. നിറയെ പൂത്തളഞ്ഞ് നിൽക്കുന്നുണ്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങാനായാലും ബസ്സിൽ നല്ല പാട്ട്. തലശ്ശേരി വരെ പോയിട്ട് വന്നാൽ മതിയേനു. ആ പാട്ട് കേട്ടപ്പോൾ അങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. ഇവിടുന്ന് ഇനി ജഗ പോകയാക്കിയിട്ട് വേണം ഷോപ്പിലോട്ട് പോകാൻ. അങ്ങനെ ഷോപ്പിലെത്തി മീനിന് തീറ്റയൊക്കെ കൊടുത്തു. കുറച്ച് ചെമ്പകപ്പൂവൊക്കെ പെറുക്കി. ഇതാണ് കേട്ടോ ചെമ്പകമരം. കുറേ പൂക്കളുമായി നിൽക്കുന്നുണ്ട്. വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് നേരെ ഇവന് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇന്നിവന് ട്യൂഷനില്ല. ടീച്ചറുടെ നിന്ന് ഫോണൊക്കെ വാങ്ങി എന്നെ വിളിച്ചു, അമ്മ ഇന്ന് ട്യൂഷനില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു പോരേ. അങ്ങനെ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കറങ്ങിയിരിക്കാം ചെയറിൽ. ഇനി ഇതെല്ലാം പൊക്കി പിടിച്ചിട്ട് വീട്ടിലോട്ട് നമുക്ക് പോകാനുള്ള ഒരു ബസ് പോയി. അങ്ങനെ ഷോപ്പൊക്കെ പൂട്ടി അടുത്ത ബസ്സിനെങ്കിലും വീട് പിടിക്കണം. ഷോപ്പിൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സാധനം പോയി വർക്കാവുന്നില്ല. പോവാമെന്ന് പറയേണ്ട താമസം ഓൻ മുന്നേ പോയിട്ടുണ്ട്. ക്ലിനിക്കിലുണ്ടായിരുന്ന ഒരാളാട്ടോ. ഇന്നലെ അഞ്ജലി വന്നിന്. അഞ്ജലി വന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത്. നല്ല വൃത്തിയുള്ളൊരു 10 രൂപ. അങ്ങനെ വീട്ടിലെത്തി ബാഗും വെച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കലാണ് ഇവൻ്റെ ഒരു ഹോബി. അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് മാംഗോ ബാർ ഉണ്ടായിരുന്നു. അച്ഛൻ വാങ്ങിക്കൊണ്ട് വെക്കുന്നതാണ്. ഇത് വല്ലപ്പോഴൊക്കെ ആയിട്ട് അച്ഛൻ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ വാങ്ങി വെക്കും. അങ്ങനെ അത് തിന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അമ്മയും അച്ഛനും കൂടി അടുക്കളയിൽ നിന്ന് ഭയങ്കര വഴക്കാണ്. അച്ഛൻ കുളിക്കാൻ നിൽക്കുമ്പോൾ സോപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് വെച്ച സോപ്പൊക്കെ എവിടെ പോയി വഴക്കുണ്ടാക്കണം രണ്ടുപേരും കൂടെ.